വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനുള്ള സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. സേവ്യർ ചിറ്റലപ്പിള്ളി MLA സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ ഒരു ടൗൺ ഹാൾ എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത പദ്ധതിയാണ് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ. സാംസ്കാരിക രംഗത്തെ പൂർവ്വസൂരികളുടെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി കൃഷിഭവനോട് ചേർന്നുള്ള ഭൂമിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മണ്ഡലത്തിന് ലഭിച്ച 7 കോടി രൂപയും ബജറ്റിൽ സാംസ്കാരിക വകുപ്പിന് അനുവദിച്ച 2 കോടി രൂപയും ചേർത്ത് ആകെ 9 കോടി രൂപയാണ് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു ടൗൺ ഹാൾ എന്ന ആശയത്തോടു കൂടിയാണ് വടക്കാഞ്ചേരിയിലെ കലാരംഗത്തും മറ്റ് മേഖലകളിലും വളരെ പ്രശസ്തരായ ഭരതൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഹൈദരാലി, അബൂബക്കർക്ക് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ എന്ന ഒരു ആശയം രൂപപ്പെടുത്തിയത്. ആ ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരിയിലെ പ്രയോജനപ്പെടുത്താവുന്ന സർക്കാർ ഭൂമികളെ സംബന്ധിച്ചുള്ള ആലോചനയിൽ PWDയുടെ ഡിസൈൻ വിങ് കൂടുതൽ നന്നാവുക എന്ന നിലയിൽ സെലക്ട് ചെയ്ത സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷി AD ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഇവരനെല്ലൂരിലെ ഈ പ്ലോട്ട്. നമുക്കറിയാം, കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി നിർമ്മിക്കപ്പെടുകയും കൃഷിഭവൻ്റെ കോമ്പൗണ്ട് കഴിച്ച് ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന AD ഓഫീസ്, അതായത് അഗ്രികൾച്ചർ ബ്ലോക്ക് ലെവലിലുള്ള ഓഫീസാണ്. ആ ഓഫീസ് ഇപ്പോൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൃഷിഭവൻ്റെ നിർമ്മാണത്തോടു കൂടി ഈ പ്ലോട്ട് ഇത്തരമൊരു ആവശ്യത്തിന്, പ്രത്യേകിച്ച് കൾച്ചറൽ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് NOC പ്രത്യേകിച്ച് കൃഷി വകുപ്പ് നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ കൂടി അധീനതയിൽ നിൽക്കുന്ന ഈ സ്ഥലം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലൂടെ നമുക്ക് ഇവിടെ ഒരു കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആ കാര്യത്തിൽ മുൻകൈയെടുത്താണ്. പ്രിയപ്പെട്ട പ്രസാദ് മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ അത് വടക്കാഞ്ചേരിക്കാരോട് പറയുകയുമുണ്ടായി. അപ്പം നമുക്ക് സ്വാഭാവികമായും ലഭിച്ച സ്ഥലത്തെ ക്രിയാത്മകമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നേരത്തെ ബജറ്റിൽ നിന്ന് 2 കോടി രൂപ ഇതിൻ്റെ ഡിസൈനും മറ്റ് പ്രവർത്തികളൊക്കെ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിരുന്നു. തുടർന്ന് നമുക്ക് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സിൻ്റെ ഭാഗമായി സഞ്ചരിച്ചപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിന് 7 കോടി രൂപ വെച്ച് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഭരണാനുമതിയായി. ആ ഭരണാനുമതിയുടെ ഭാഗമായ പ്രൊജക്റ്റായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെതായി നൽകിയത് ഈ പദ്ധതിയാണ്. വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു ടൗൺ ഹാൾ. ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡിസൈനും എസ്റ്റിമേറ്റും അന്തിമമാക്കുന്നതിനാണ് 4 ലക്ഷം രൂപ ചിലവഴിച്ച് മണ്ണ് പരിശോധനയും അനുബന്ധ പ്രവർത്തികളും ആരംഭിച്ചത്. വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്ററിന് 9 കോടി രൂപ അനുവദിക്കാനായിട്ടുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നും സേവ്യർ ചിറ്റലപ്പിള്ളി MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. PWD ആണ് ഇപ്പോൾ അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. PWDയുടെ ഡിസൈൻ വിങ് എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രൂപകൽപ്പന തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 70 മീറ്റർ നീളത്തിൽ ഒരു 15 മീറ്റർ വീതിയിലുമുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് ലഭിക്കുക. ഏകദേശം 35,000 സ്ക്വയർ ഫീറ്റ് ഏരിയ 3 നിലകളിലായി നമുക്ക് ലഭിക്കും. താഴെ പാർക്കിങ്ങും മുകളിൽ ഡൈനിങ്ങും, അതിനു മുകളിൽ ഒരു 600-650 പേർക്ക് ഇരിക്കാവുന്ന നിലയിലുള്ള ഒരു ഹാൾ. ആ നിലയിലാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തു വരുന്നത്. അതങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ വീതിയിൽ നടുക്ക് തൂണുകൾ ഒഴിവാക്കുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഒരു ഡിസൈനാണ് തയ്യാറാക്കുന്നത്. PT സ്ലാബ് എന്ന നിലയിലുള്ള ആ ഡിസൈൻ അത് കുറേ കൂടി കോസ്റ്റ്ലിയാണ്.
നമുക്ക് നിലവിൽ കെട്ടിടം പണിയുന്നതിന് ചെലവഴിക്കപ്പെടുന്ന തുക ചെലവഴിക്കപ്പെടും. പക്ഷെ നമ്മൾക്ക് അറിയാം, ഈ ഒരു വീതിയിൽ പിന്നെ നടുക്ക് തൂണുകൂടി വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹാൾ പർപ്പസ് ആ നിലയിൽ നിർവഹിക്കാനാകില്ല എന്നുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡിസൈൻ ചർച്ചയിൽ അത് ഞങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഇപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ 2-4 ദിവസമായിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത്, പ്രത്യേകിച്ച് കൃഷി ADO ഓഫീസിൻ്റെ കോമ്പൗണ്ടിനകത്ത് 3 സ്ഥലങ്ങളിലായി പ്രത്യേകമായി അവരുടെ ഡിസൈൻ വരുന്ന 3 സ്ഥലങ്ങളിൽ പ്രത്യേകമായി സോയിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബോറ് പിന്നെ 3 സ്ഥലത്തെടുത്തു. ഏകദേശം 12 മീറ്റർ താഴ്ചയിലാണ് പാറ കണ്ടെത്തിയത്. അതിന് മുകളിലൊക്കെയുള്ള ഭൂമിയുടെ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ബലവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് ശേഷമാണ് സ്ട്രക്ചറൽ ഡിസൈൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കുക. അപ്പോൾ സ്വാഭാവികമായും PWD അവരുടെ തന്നെ തനത് ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഡിസൈനിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന രീതിയിൽ സോയിൽ ടെസ്റ്റ്, ഏകദേശം 4 ലക്ഷം രൂപ ചെലവ് വരുന്ന പ്രവൃത്തിയാണ് സോയിൽ ടെസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉണ്ടാക്കലൊക്കെ അതിന് PWD തന്നെ ഇത് ബഡ്ജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 3ാമത്തെ ബോറാണ് ഇവിടെ കുഴിക്കുന്നത്. 12 മീറ്റർ താഴ്ചയിൽ പാറ ഏകദേശം 2 മീറ്റർ പാറ കൂടി അവരെടുത്ത് എല്ലാവിധ പരിശോധനകളും നടത്തും. അതിനു വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു വലിയ പ്രൊജക്റ്റ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിയുടെ ചിരകാല ആവശ്യമായ ടൗൺ ഹാൾ അല്ലെങ്കിൽ കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് ഈ സോയിൽ ടെസ്റ്റ് നടക്കുന്നത്. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.